നമസ്കാരം. നിങ്ങൾക്ക് എല്ലാവർക്കും പാർട്ട് ടൈം ഇൻവെസ്റ്ററിന്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ നമുക്കറിയാം കണ്ടിന്യൂസ് ആയിട്ട് ഇന്ത്യൻ മാർക്കറ്റ് പതിയെ താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതിന്റെ കാരണം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാരണങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ ഇൻവെസ്റ്റർ എന്ന രീതിയിൽ നമുക്ക് എങ്ങനെ മുമ്പോട്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റുകൾ പ്ലാൻ ചെയ്യാം എന്നുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റീസൺ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ആണ്. അതുപോലെ തന്നെ ഓയിൽ പ്രൈസിൽ ഉണ്ടാകുന്ന ഹൈക്ക്, ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റീസൺസ് ആണ് ഈ ഒരു മാർക്കറ്റ് കറക്ഷന്റെ. അപ്പൊ നമുക്കറിയാം ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഇഷ്യൂസ് കൂടുതലായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇൻവെസ്റ്റേഴ്സ് അവരുടെ ഇക്വിറ്റി നിക്ഷേപങ്ങൾ കൂടുതലായിട്ട് കുറച്ചും കൂടെ സേഫ് ആണ് എന്ന് കരുതുന്ന ഗോൾഡ് പോലെയുള്ള അസറ്റിലേക്ക് അവർ കൈമാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് കൂടുന്നതനുസരിച്ച് നമുക്കറിയാം ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യം ഏകദേശം 85%-ലധികം ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൂടുതലായിട്ട് ഇമ്പോർട്ട് ചെയ്യേണ്ട വരുന്ന സമയത്ത് അവിടെ കൂടുതലായിട്ടുള്ള നമ്മുടെ കയ്യിൽ നിന്ന് എമൗണ്ട് കൊടുക്കേണ്ട വരും. അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ, നമുക്ക് ഫ്യൂവൽസിന് ഇൻഫ്ലേഷൻ ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്കറിയാം ഓയിൽ ഡിപ്പെൻഡന്റ് സെക്ടർ, അതായത് ഏവിയേഷൻ, പെയിന്റ്, ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസിന് ഉണ്ടാകുന്ന പ്രോഫിറ്റ് മാർജിൻ കുറവുണ്ടാകും. കാരണം അവിടെ ഓൾറെഡി എക്സ്പെൻസ് കൂടിക്കൊണ്ടിരിക്കുന്നു, അതനുസരിച്ച് പ്രോഫിറ്റ് മാർജിനിൽ കുറവുണ്ടാകും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് വീക്കനിങ് റുപ്പി. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്ന ഇന്ത്യൻ റുപ്പിയുടെ വില വാലുവേഷൻ കുറയുന്നതനുസരിച്ച് നമുക്ക് ഓൾറെഡി നമ്മൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള ക്രൂഡ് ഓയിൽ വാങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അവിടെ ഇമ്പോർട്ട് കോസ്റ്റും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേനും നമുക്ക് ഫോറിൻ സെൽ ഓഫ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ കണ്ടിന്യൂസ് ആയിട്ട് മാസങ്ങളായിട്ട്, അപ്രോക്സിമേറ്റ് 7-8 മാസമായിട്ട് നമുക്ക് നെറ്റ് സെല്ലേഴ്സ് ആയിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ പെർഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അത് കുറച്ച് കാരണങ്ങൾ, ഹൈ US yield, അതുപോലെ തന്നെ ജപ്പാൻ അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുന്നു 2.5%. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർ എമർജിംഗ് മാർക്കറ്റിൽ നിന്ന് കുറച്ചും കൂടെ മാറി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ US താരിഫ് ത്രെഡ്, അപ്പൊ അതിന് US താരിഫ് ഇപ്പോഴും അൺസർട്ടനിറ്റി നിൽക്കുന്നു. അപ്പൊ US സുപ്രീം കോർട്ട് പഴയ പോളിസി ഇപ്പോഴും പിന്തള്ളി കളഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപ് 15% ഗ്ലോബൽ താരിഫ് കൊണ്ടുവരും എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ അതൊക്കെ ഇൻവെസ്റ്റേഴ്സിന്റെ കോൺഫിഡൻസിനെ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങളായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ മറ്റൊരു കാരണമായിട്ട് കാണാൻ സാധിക്കുന്നത് നമുക്ക് IT സെക്ടറിലേക്ക് നമ്മൾ എയുടെ വരവ്. അപ്പൊ അത് വളരെ വലിയ IT സെക്ടറിലുള്ള കമ്പനീസിന് വീഴ്ചയ്ക്ക് കാരണമായി. TCSും ഇൻഫോസിസും വിപ്രോയും ഒക്കെ ഒരുപാട് ലോയിൽ ട്രേഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബഡ്ജറ്റ് 2026 നമുക്ക് STTയിൽ ഉണ്ടായിരുന്ന ഹൈക്ക് അത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു. റേസിംഗ് 0.05% ഓൺ ഫ്യൂച്ചർ ആൻഡ് 0.15 ഓൺ ഓപ്ഷൻ. അവിടെ STT ചാർജ് കൂട്ടിയിട്ടുണ്ട്. അപ്പൊ അതും നമ്മുടെ ഈ ഇന്ത്യൻ മാർക്കറ്റിനെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്, ഒരു നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഇതൊരിക്കലും ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് അല്ല, ഒരു റെക്കമെൻഡേഷനും അല്ല. അപ്പൊ നമുക്ക് ചെയ്യാൻ പോകുന്നത് ഡു നോട്ട് പാനിക് സെൽ. അപ്പൊ നമുക്കറിയാം ഇതുപോലെയുള്ള ലോസുകൾ ഇതിനു മുമ്പും ഇതുപോലെയുള്ള ഒരുപാട് സിറ്റുവേഷൻസ് ഇന്ത്യൻ മാർക്കറ്റ് ഇതിനു മുമ്പും കടന്നു പോയിട്ടുണ്ട്. അപ്പൊ ജിയോ പൊളിറ്റിക്കൽ ഷോക്സ് ഉണ്ടായിട്ടുണ്ട്, എക്കണോമിക് ഷിഫ്റ്റ്സ് ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം അത് റീബൗണ്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് കണ്ടിന്യൂ SIP, നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന SIP കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. അതുപോലെ തന്നെ റുപ്പി കോസ്റ്റ് ആവറേജിങ് എന്ന് പറഞ്ഞ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പൊ നമ്മൾ ഒരുപക്ഷെ നമ്മൾ മ്യൂച്വൽ ഫണ്ട് SIPs ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് വിലക്കുറവിൽ കിട്ടുന്ന സമയത്ത് കുറച്ച് കൂടുതൽ യൂണിറ്റ്സ് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അത് നമ്മുടെ ഓവറോൾ റിട്ടേണിനെ ബൂസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ മാർക്കറ്റ് തിരിച്ചു പോരുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ടുള്ള റിട്ടേൺ തരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് സേഫ് ആയിട്ടുള്ള അസറ്റുകളിലേക്കും അല്ലെങ്കിൽ ഡിഫൻസീവ് അസറ്റിലേക്കും നമ്മുടെ അലോക്കേഷൻ കുറച്ച് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്കറിയാം ഇക്വിറ്റി മാർക്കറ്റ് ഒക്കെ താഴോട്ട് പോകുന്ന സമയത്ത് നമുക്ക് കുറച്ച് എമൗണ്ട് വേണമെങ്കിൽ ഗോൾഡിന്റെ ETF-കളിലേക്കും സോവറിജിൻ ഗോൾഡ് ബോണ്ട്സിലേക്കും ഒക്കെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഫിക്സ്ഡ് ഇൻകം അല്ലെങ്കിൽ ഡെപ്റ്റ് ഫണ്ടുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കോർപ്പറേറ്റ് ബോണ്ടുകൾ, ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ഫിക്സ്ഡ് ഡെപ്പോസിറ്റുകൾ ഒക്കെ നമുക്ക് നല്ല ക്യാപിറ്റൽ പ്രൊട്ടക്ഷനോട് കൂടി നമുക്ക് നല്ല റിട്ടേൺ കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളതിലേക്കും കുറച്ച് എമൗണ്ട് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഡിഫൻസീവ് ഇക്വിറ്റീസ്, അപ്പൊ നമുക്കറിയാം ഓൾറെഡി ക്രൂഡ് ഓയിലുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഏവിയേഷൻ അല്ലെങ്കിൽ പെയിന്റ്, OMCS കമ്പനീസ്, ഓയിലുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന കമ്പനികളിൽ നമ്മൾ കൂടുതലായിട്ട് ഈ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ അല്ലെങ്കിൽ IT ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന സെക്ടറുകളിൽ നമുക്ക് തൽക്കാലത്തേക്ക് ഒന്ന് മാറി നിന്ന് ചിന്തിച്ച് നമുക്ക് എപ്പോഴും ആവശ്യമുള്ള FMCG, അത് സ്ഥിരമായിട്ട് ഡെയിലി എല്ലാവരും യൂസ് ചെയ്യുന്ന ഹെൽത്ത് കെയർ, മെഡിസിൻസ്, ഇങ്ങനെയുള്ള സെക്ടറിലേക്ക് നമുക്കൊന്ന് ചെറിയ രീതിയിൽ ഷിഫ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമുക്ക് ഡിപ്പിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, ബൈ ദ ഡിപ്പ്. ഓക്കെ, അപ്പൊ അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. കറക്ഷൻ ഈസ് എ മാസീവ് ബൈയിങ് ഓപ്പർച്യൂണിറ്റി. അത് നമുക്ക് പല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പൊ എപ്പോഴും ഒന്നിച്ച് ഉള്ള എമൗണ്ട് ഫുള്ള്
ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കാൻ നോക്കുക. കാരണം നമുക്ക് ബോട്ടം ഔട്ട് ഒന്നും നമുക്ക് കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഘട്ടമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. നമുക്ക് ഇവിടെ കുറച്ച് എക്സാമ്പിൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള നല്ല കമ്പനികളിലേക്ക് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഇൻവെസ്റ്റ്മെന്റുകൾ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ സ്മോൾ ക്യാപ് സ്റ്റോക്സ് ഒക്കെ ലോ ക്വാളിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ നിന്ന് വേണമെങ്കിൽ എടുത്ത് കളയാം. അതിനുശേഷം നമുക്ക് ബ്ലൂ ചിപ്പ് സ്റ്റോക്സ് ആഡ് ചെയ്യാനും ശ്രദ്ധിക്കാവുന്നതായിരിക്കും. ഇത്രയാണ് എനിക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഒരുപാട് ഐഡിയയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്താണ് മാർക്കറ്റ് കറക്ഷന്റെ കാരണങ്ങൾ, അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു മാർക്കറ്റ് കറക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് അപ്ലൈ ചെയ്യാമെന്നുള്ള കുറച്ച് പോയിന്റ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. മെയിൻ ആയിട്ട് ഡിപ്പ് ഉണ്ടാകുന്നതനുസരിച്ച് ബ്ലൂ ചിപ്പ് കമ്പനികൾ പതുക്കെ ആഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ബോട്ടം ഔട്ട് ആയി ഒരിക്കലും വിചാരിക്കരുത്. കാരണം ഇനിയും താഴോട്ട് പോകുന്നേക്കാം. അപ്പോൾ റിവേഴ്സ് ആവുന്ന സമയത്ത് നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള ചെറിയ ലോ കോസ്റ്റിലാണ് നമ്മൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. കൂടുതൽ ക്വാണ്ടിറ്റി ആണെങ്കിൽ നല്ല രീതിയിലുള്ള റിട്ടേൺ നമുക്ക് കിട്ടുന്നതായിരിക്കും ഫ്യൂച്ചറിൽ. അപ്പം ക്വാളിറ്റി നോക്കുക, വാല്യുവേഷൻ കിട്ടുന്നതനുസരിച്ച് നല്ല ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ. അവിടെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റും ട്രേഡിങ്ങും കാര്യങ്ങളൊക്കെ പഠിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.